തിരുവനന്തപുരം ജില്ലാ കളക്ടറെ വിമർശിച്ചതിന് ജോയിന്റ് കൌൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൽ പ്രതിഷേധം ശക്തം. നാളെ ജോയിന്റ് കൌൺസിൽ നേതൃത്വത്തിൽ കളക്ട്രേറ്റുകളിൽ പ്രതിഷേധ പ്രകടനം നടത്തും. കളക്ടർക്കെതിരായ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് ജയചന്ദ്രൻ കല്ലിങ്കൽ പറഞ്ഞു. ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് സർവീസ് സംഘടനാ നേതാവ് എന്ന നിലയിലാണെന്നും ജയചന്ദ്രൻ കല്ലിങ്കൽ പ്രതികരിച്ചു. KGMയുടെ ഒരു പരാതി വരികയും ഒരു ചാനൽ വിളിക്കുകയും ആ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ചെന്ന് ചർച്ചയിൽ എനിക്ക് കിട്ടിയ അറിവുകൾ പങ്കുവയ്ക്കുക എന്നുള്ളതല്ലാതെ വ്യക്തിപരമായി കളക്ടറെയോ അല്ലെങ്കിൽ സംവിധാനത്തിനെയോ ദോഷപ്പെടുത്താൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലല്ല അതിനകത്ത് പങ്കെടുത്തത്. ഒരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരി സിവിൽ സർവീസ് സംഘടനയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ചർച്ചയിൽ പങ്കെടുത്തതും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ഇല്ലാത്ത കാര്യം ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കുറഞ്ഞുപോയി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് മണിക്കൂർ കണക്കിന് അദ്ദേഹം ഉദ്യോഗസ്ഥരെ നിർത്തി സംസാരിക്കാറുണ്ടെന്നും ഇരിക്കാൻ അനുവദിക്കാറില്ല എന്നുള്ള പരാതികൾ നിരന്തരമായി വരാറുണ്ടായിരുന്നു. അതൊന്നും യഥാർത്ഥത്തിൽ അത്തരം വിഷയങ്ങളിലേക്ക് ആ ഒരു വിഷയം KGMOയുടെ ഒരു ഡോക്ടർക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു വിഷയത്തിനെ പ്രതികരിക്കേണ്ടത് ഒരു ജനാധിപത്യ മര്യാദയിൽ ഒരു സർവീസ് സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ എൻ്റെയും കൂടി കടമയാണ് എന്ന് തോന്നിയോണ്ട് മാത്രമാണ് AV ജയശങ്കർ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണല്ലോ. നാളെ ജോയിന്റ് കൌൺസിലിന്റെ പ്രതിഷേധ പ്രകടനമുണ്ട് കളക്ട്രേറ്റുകളിൽ. എങ്ങനെയാണ് ജോയിന്റ് കൌൺസിൽ CPI സർവീസ് സംഘടന ഈ വിഷയത്തെ അഭിമുഖീകരിക്കുന്നത് ഇപ്പോൾ? ജയശങ്കർ, അതായത് ഈ നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട തീരുമാനത്തെ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന നിലപാടാണ് നിലവിൽ ജോയിന്റ് കൗൺസിലുള്ളത്. ജയചന്ദ്രൻ കല്ലിങ്കലുമായി നമ്മൾ സംസാരിച്ചൊരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് തന്നൊരു സർവീസ് സംഘടനാ പ്രതിനിധി എന്ന നിലയിലാണ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത്. താൻ കൃത്യമായി ഉദ്യോഗസ്ഥരുടെ ഒരു സർവീസ് സംഘടനാ പ്രതിനിധി എന്ന നിലയിലാണ് നിലപാടുകൾ അറിയിച്ചത്. കളക്ടർക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. സമാനമായിട്ടുള്ള രീതിയിലുള്ള പരാതികൾ കളക്ടർക്കെതിരെ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ സർവീസ് സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ തൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞ അഭിപ്രായങ്ങൾ കുറഞ്ഞു പോയി എന്ന് മാത്രമാണ് തോന്നുന്നതെന്ന് ജയചന്ദ്രൻ കല്ലിങ്കൽ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ അറിഞ്ഞാണ് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയെന്ന് കരുതുന്നില്ല. ഇതിന് പിന്നിൽ ഒരു ഉദ്യോഗസ്ഥ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടാവുക. ഈ നോട്ടീസ് ഇതുവരെ ലഭിച്ചിട്ടില്ല. നോട്ടീസ് ലഭിക്കുന്ന പക്ഷം സ്വാഭാവികമായും താൻ മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ ജോയിന്റ് കൗൺസിൽ സംസ്ഥാനത്തെ 14 ജില്ലാ കളക്ട്രേറ്റുകൾക്കും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഈ ജോയിന്റ് കൗൺസിലിൻ്റെ നേതാവിനെതിരെയുള്ള ഈ സർക്കാർ നടപടിയിൽ മറ്റ് സർവീസ് സംഘടനകളും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചൊരു സാഹചര്യം നിലവിലുണ്ട്. കാരണം ഒരു തൊഴിലാളി സംഘടനാ നേതാവിനെതിരെ ഇത്തരൊരു നടപടി അംഗീകരിക്കാനാകില്ലെന്നാണ് ഇവരുടെ തീരുമാനം. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും ജോയിന്റ് കൗൺസിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. എന്തായാലും സർക്കാർ ഈ നോട്ടീസ് നൽകിയ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല എന്നൊരു നിലപാടിലാണുള്ളത്. റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ വരണാധികാരി കൂടിയായ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള വ്യക്തി കൂടിയായ കളക്ടറെ അപമാനിക്കുന്ന തരത്തിൽ ചാനൽ ചർച്ചയിൽ പരാമർശം നടത്തി എന്ന ഗൗരവമായ വിഷയമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടികൾ തുടരും. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെ നിലനിൽക്കുന്നതെല്ലാം കാണിച്ചാണ് നോട്ടീസ്. ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഇനി ഇതിൽ രാഷ്ട്രീയപരമായി ഏതെങ്കിലും തീരുമാനം ഉണ്ടാകുമോ എന്ന് അറിയുമില്ല. എന്തായാലും ജോയിന്റ് കൗൺസിൽ ഈ വിഷയവുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. ജയചന്ദ്രൻ കല്ലിങ്കൽ താൻ പറഞ്ഞ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല. കുറച്ചുകൂടി രൂക്ഷമായൊരു വിമർശനമായിരുന്നു കളക്ടർക്കെതിരെ വേണ്ടെന്ന നിലപാടിലാണുള്ളത്. ഉന്മേഷ്, തിരുവനന്തപുരം കളക്ടർക്കെതിരായ വിമർശനം, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.